മയക്കുമരുന്നിനെതിരെ CPIM എറണാകുളം ജില്ലാ കമ്മിറ്റി കൂട്ടായ്മ സംഘടിപ്പിക്കും. ഈ മാസം 10-ന് 15 കേന്ദ്രങ്ങളിൽ മനുഷ്യക്കോട്ട. താഴെത്തട്ടിൽ നിന്ന് ശേഖരിക്കുന്ന വിവരങ്ങൾ പോലീസിനും എക്സൈസിനും കൈമാറുമെന്ന് എറണാകുളം ജില്ലാ സെക്രട്ടറി S. സതീഷ് പറഞ്ഞു. CPM എറണാകുളം ജില്ലാ കമ്മിറ്റി നമ്മുടെ ജില്ലയിലെ മുക്കിലും മൂലയിലും വലിയ മയക്കുമരുന്ന് പ്രവർത്തനത്തെ പ്രതിരോധിക്കാൻ കഴിയത്തക്ക വിധത്തിലുള്ള വലിയ ജനകീയ പ്രതിരോധ സംവിധാനത്തെ കെട്ടിപ്പടുക്കുക എന്ന് ആലോചിച്ചത്. അടുത്ത ഘട്ട പ്രവർത്തനം എന്ന നിലയിൽ ഈ ജൂൺ മാസം 10-ാം തീയതി വൈകുന്നേരം 5 മണിക്ക് ഈ ജില്ലയിലെ 15 കേന്ദ്രങ്ങളിൽ മയക്കുമരുന്നിനെതിരായ മനുഷ്യക്കോട്ട തീർക്കുകയാണ്. താഴെത്തട്ടിലുള്ള ഈ മയക്കുമരുന്ന് സംഘങ്ങളുടെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച വിവരം സമാഹരിക്കുകയും അത് ബന്ധപ്പെട്ട കേന്ദ്രങ്ങളിൽ എത്തിക്കാൻ കഴിയത്തക്ക വിധത്തിലുള്ള ഒരു ഇടപെടലിനായിട്ട് വേണ്ടിയിട്ടാണ് ജനകീയ ബ്രിഗേഡുകൾക്ക് 169 ജനകീയ ബ്രിഗേഡുകൾക്ക് ഇതിനകം തന്നെ രൂപം നൽകിയിട്ടുള്ളത്. S. ശ്യാംകുമാർ വിവരങ്ങൾ നൽകാനുണ്ട്. ശ്യാം, മയക്കുമരുന്നിനെതിരായിട്ടുള്ള CPMന്റെ എറണാകുളം ജില്ലാ കമ്മിറ്റിയുടെ പരിപാടികൾ എന്തൊക്കെയാണ്? മനുഷ്യക്കോട്ട ഉൾപ്പെടെ ഉള്ള വലിയ പ്രതിരോധ പരിപാടികളാണല്ലോ ആസൂത്രണം ചെയ്തിരിക്കുന്നത്. എന്തൊക്കെയാണ് വിവരങ്ങൾ? GK, നേരത്തെ തന്നെ ജില്ലയിൽ DYFIയുടെ നേതൃത്വത്തിൽ മയക്കുമരുന്നിനെതിരായിട്ട് വലിയ പ്രതിരോധ പരിപാടികൾ സംഘടിപ്പിക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ തുടർച്ചയാണ് CPIMന്റെ നേതൃത്വത്തിൽ മയക്കുമരുന്നിനെതിരായിട്ടൊരു പോരാട്ടം തന്നെ സംഘടിപ്പിക്കുന്നത്. ഏതായാലും ജില്ലയിൽ ഇതിനകം തന്നെ 2900-ലധികം പ്രതിരോധ കൂട്ടായ്മകൾ ഉൾപ്പെടെ CPIM സംഘടിപ്പിച്ചു കഴിഞ്ഞു, അത് രൂപീകരിച്ചു കഴിഞ്ഞു. ഇനി ഈ മാസം നടക്കുന്ന ഈ പരിപാടിയിൽ 5 മണിക്കാണ് ഈ മനുഷ്യക്കോട്ട സംഘടിപ്പിക്കുന്നത്. യുവാക്കളെയും വിദ്യാർത്ഥികളെയും സ്ത്രീകളെയും ഒക്കെ പങ്കെടുപ്പിച്ചുകൊണ്ട് മയക്കുമരുന്നിനെതിരായിട്ടുള്ള ഒരു വലിയ പോരാട്ടത്തിനാണ് CPIM തുടക്കമിടുന്നത്. അതിൻ്റെ വിശദീകരണമാണ് ഇന്ന് ജില്ലാ സെക്രട്ടറി നൽകിയത്. സമൂഹത്തിൻ്റെ വിവിധ മേഖലകളിൽ നിന്നുള്ള സാംസ്കാരിക നായകർ ഉൾപ്പെടെ ഇതിൻ്റെ ഭാഗമാകും. ജില്ലയിൽ 15 കേന്ദ്രങ്ങളിലാണ് ഈ പ്രതിരോധ കോട്ട രൂപീകരിക്കുന്നത്. GK.